തിരുവോണത്തിന് ഇനി ഒരു രാത്രിയുടെ ദൂരം മാത്രം. ആഘോഷങ്ങളുടെ രൂപത്തിലും ഭാവത്തിലും മാറ്റം വന്നെങ്കിലും കൂടിച്ചേരൽ എന്ന പൊതു സ്വഭാവത്തിന് ഇന്നും മാറ്റം വന്നിട്ടില്ല. നന്മ നിറഞ്ഞ ഒരു ഭരണാധികാരിയെ ഓർമ്മിക്കുകയാണ് മലയാളികൾ കാലമിത്ര കഴിഞ്ഞിട്ടും. കാലമെത്ര കഴിഞ്ഞാലും നല്ല ഭരണാധികാരികൾ ഓർമ്മിക്കപ്പെടും എന്നുകൂടി ഓണം എല്ലാ ഭരണാധികാരികളെയും ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ ദിനത്തിലെ 10 പ്രധാന വാർത്തകളുമായി ടോപ്പ് 10 at 10 വീണ്ടും. രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിൽ ചരിത്രപരമായ മാറ്റത്തിന് കളമൊരുക്കി മിസൈൽ സാങ്കേതിക വിദ്യ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാൻ തീരുമാനം. മിസൈൽ സംവിധാനങ്ങളെ വൻതോതിലുള്ള വ്യാവസായിക ഉൽപ്പാദനത്തിലേക്ക് മാറ്റുന്നതിലൂടെ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും പ്രതിരോധ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തതയും ലക്ഷ്യം. അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ നാടുകടത്തൽ ഉൾപ്പെടെയുള്ള കർശന നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അനധികൃത കുടിയേറ്റം ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണി. ഭീകരവാദം, ലഹരിക്കടത്ത്, സൈബർ കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കെതിരെയും നടപടി കർശനമാക്കാൻ പോലീസ് മേധാവിമാരുടെ യോഗത്തിൽ ആഭ്യന്തരമന്ത്രി. സർക്കാരിന്റെ 100ാം ദിനത്തിൽ നേട്ടങ്ങൾ നിരത്തി നിലപാട് വ്യക്തമാക്കി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ തിരുത്തും, വളഞ്ഞിട്ടാക്രമിച്ചാൽ തള്ളുമെന്നും വി.ഡി. സതീശൻ. ഇടത് സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ UDF സർക്കാർ തകർത്തുവെന്നും പ്രോഗ്രസ് കാർഡ് ശൂന്യമെന്നും പ്രതിപക്ഷം. പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ പിണറായിയുടേത് മുന്നണി മര്യാദാ ലംഘനമെന്ന വിമർശനവുമായി ജനയുഗത്തിൽ സത്യൻ മൊകേരിയുടെ ലേഖനം. മുന്നണിയെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കാത്ത പാർട്ടിയാണ് CPI എന്ന് വി. ശിവൻകുട്ടിയുടെ മറുപടി. സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും തിരുവോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളികൾ. കടകമ്പോളങ്ങളിലും ഷോപ്പിംഗ് മാളുകളിലും വൻ ജനത്തിരക്ക്. ആശംസകൾ നേർന്ന രാഷ്ട്രപതിയും മുഖ്യമന്ത്രിയും. KECBയുടെ നഷ്ടം തീർക്കാൻ പുതിയ നീക്കം. 2024 വരെ ഉണ്ടായ നഷ്ടം ഉപഭോക്താക്കളിൽ നിന്ന് 2027 മുതൽ തിരിച്ചുപിടിക്കാൻ നിർദ്ദേശം. പകൽ കുറഞ്ഞ നിരക്കും രാത്രിയിൽ ഉയർന്ന നിരക്കും ഈടാക്കാൻ ശുപാർശ. അടുത്ത 5 വർഷത്തെ നിരക്ക് പരിഷ്കരണത്തിനുള്ള കരട് പുറത്ത്. സംസ്ഥാനത്ത് അടുത്ത 2 ദിവസം ശക്തമായ മഴയെന്ന് മുന്നറിയിപ്പ്. വടക്കൻ ജില്ലകളിൽ പലയിടത്തും മഴ. ഇന്ന് 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. കണ്ണൂരിൽ മണ്ണിടിച്ചിൽ. പാൽച്ചുരത്തിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കാര്യങ്കോട് പുഴ കരകവിഞ്ഞു. ഏലയാവൂരിലെ മണ്ണിടിച്ചിലിന് കാരണം മണ്ണുപാളി വഴുതിമാറുന്ന പ്രതിഭാസമെന്ന് റിപ്പോർട്ട്. പ്രദേശത്ത് എല്ലാ ദിവസവും സുരക്ഷാ പരിശോധന നടത്തി റിപ്പോർട്ട് നൽകണമെന്ന് കലക്ടർ. പത്തനംതിട്ട മൂഴിയാർ അണക്കെട്ടിൽ റെഡ് അലേർട്ട്. ഡൽഹിയിൽ ഓറഞ്ച് അലേർട്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഡ്രസ് കോഡ് ലംഘിക്കാൻ ഒരു വിദ്യാർത്ഥിക്കും അനുവാദമില്ലെന്ന് അലഹബാദ് ഹൈക്കോടതി. സ്കൂൾ യൂണിഫോമിനൊപ്പം ഹിജാബ് ധരിക്കാൻ അനുവദിക്കണമെന്ന വിദ്യാർത്ഥിനിയുടെ ഹർജി കോടതി തള്ളി. ഹിജാബ് ധരിക്കുന്നത് ഇസ്ലാമിലെ അനിവാര്യമായ മതാചാരമാണെന്ന് സ്ഥാപിക്കാൻ കഴിയില്ലെന്ന് കോടതി. ഹൈക്കോടതിയെ സമീപിച്ചത് പ്രയാഗ്രാജിലെ +1 വിദ്യാർത്ഥിനി. കൊളംബോ ടെസ്റ്റിൽ 3ാം ദിനം ഇന്ത്യക്കെതിരെ ലങ്ക പതറുന്നു. 3ാം ദിനം 265-ന് 8 വിക്കറ്റുകൾ നഷ്ടം. മഴ മൂലം മത്സരം പലതവണ തടസ്സപ്പെട്ടു. പാനമ ഫുട്ബോൾ ടീം ഇന്ത്യയിലേക്ക്. സെപ്റ്റംബർ 26-ന് ഇന്ത്യയുമായി സൗഹൃദ മത്സരം. വേദി പിന്നീട് തീരുമാനിക്കും. വാഹനങ്ങളിലെ അനധികൃത രൂപമാറ്റങ്ങൾക്കെതിരെ കർശന നടപടിക്കൊരുങ്ങി ട്രാൻസ്പോർട്ട് കമ്മീഷണർ. പിഴ ചുമത്താനും തുടർ നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം. മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത് ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ. സ്റ്റോറി ഓഫ് ദ ഡേ. എങ്ങും ഓണം, എല്ലാവർക്കും ഓണം. നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിൽ ചരിത്രപരമായ മാറ്റത്തിന് കളമൊരുക്കിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാർ തീരുമാനമാണ് ടോപ്പ് 10-ൽ ഇന്നാദ്യം. മിസൈൽ സംവിധാനങ്ങളെ വൻതോതിലുള്ള വ്യാവസായിക ഉൽപ്പാദനത്തിലേക്ക് മാറ്റുക എന്ന ലക്ഷ്യത്തിനായി മിസൈൽ സാങ്കേതിക വിദ്യ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനാണ് തീരുമാനം. ആഭ്യന്തരമായി മിസൈൽ സംവിധാനങ്ങളുടെ നിർമ്മാണം സാധ്യമാക്കുക വഴി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും പ്രതിരോധ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുമാണ് കേന്ദ്ര സർക്കാർ ഈ നിർണായക തീരുമാനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചാകും നടപടിയെന്നും മിസൈൽ ഉൽപ്പാദനത്തിനായുള്ള ആഭ്യന്തര ശേഷി വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായ അടിത്തറയെ കൂടുതൽ കരുത്തുറ്റതാക്കാനും ഇതിലൂടെ സാധിക്കുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു.
പ്രതിരോധോൽപാദന മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള നടപടികളുടെ ഭാഗമായാണ് നിർണായക തീരുമാനം. മിസൈലുകളുടെ സാങ്കേതിക വിദ്യകൾ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാൻ പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകി. DRDO വികസിപ്പിച്ചെടുത്ത പരമ്പരാഗത മിസൈൽ സംവിധാനങ്ങളുടെ സാങ്കേതിക വിദ്യ ഇന്ത്യൻ സ്വകാര്യ പൊതുമേഖലാ പ്രതിരോധ വ്യവസായങ്ങൾക്ക് ഉൽപാദനത്തിനായി കൈമാറാനാണ് അനുമതി നൽകിയത്. കൃത്യമായ യോഗ്യതാ പരിശോധന നടത്തി വ്യവസ്ഥകൾ പ്രകാരമാകും തദ്ദേശീയ ഉൽപാദനത്തിന് അനുമതി നൽകുക. പ്രതിരോധ മേഖലയിൽ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സാങ്കേതിക വിദ്യാ കൈമാറ്റം നിർണായക ചുവടുവെപ്പാകുമെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. പ്രതിരോധ മേഖലയിൽ കയറ്റുമതി വർദ്ധിപ്പിക്കാനും പുതിയ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനും നമ്മുടെ രാജ്യത്തിന്റെ വ്യവസായ ശേഷി പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണ് സാങ്കേതികവിദ്യ കൈമാറാൻ തീരുമാനിച്ചതെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചു. മൈക്രോ ഇടത്തരം സംരംഭങ്ങൾക്കും മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പ്രതിരോധോൽപാദനത്തിന്റെ ഭാഗമാകാനാകും. അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിലും കയറ്റുമതി ചെയ്യുന്നതിലും രാജ്യം പുതിയ നേട്ടങ്ങൾ കൈവരിക്കുകയാണെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന നുഴഞ്ഞുകയറ്റത്തിനും അതിലൂടെ സംഭവിക്കുന്ന അനധികൃത കുടിയേറ്റത്തിനുമെതിരെ കേന്ദ്ര സർക്കാർ നടപടി ശക്തമാക്കിയ വാർത്തയാണ് ടോപ്പ് 10-ൽ രണ്ടാമത്. രാജ്യസുരക്ഷയ്ക്ക് അനധികൃത കുടിയേറ്റക്കാർ ഭീഷണിയാണെന്നും അതിനാൽ അടിയന്തരമായി അവരെ കണ്ടെത്തി നിയമാനുസൃതമായ നടപടികളിലൂടെ നാടുകടത്തുന്നത് വേഗത്തിലാക്കണമെന്നുമാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അനധികൃത കുടിയേറ്റത്തിന് പുറമെ ഭീകരവാദം, ലഹരിക്കടത്ത്, സൈബർ കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കെതിരെയും നടപടി കർശനമാക്കാൻ കേന്ദ്ര ഏജൻസികളുടെയും സംസ്ഥാന പോലീസ് സേനകളുടെയും മേധാവികൾ പങ്കെടുത്ത യോഗത്തിലാണ് ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകിയത്. അനധികൃത നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ നടപടി കടുപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ ആഭ്യന്തര സുരക്ഷയ്ക്ക് അനധികൃത കുടിയേറ്റം ഭീഷണിയാണെന്നും ഗുരുതര പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായും ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി നാടുകടത്തണം. രേഖകൾ പരിശോധിച്ച് വ്യക്തത വരുത്തി നിയമാനുസൃതമാകണം നാടുകടത്തൽ നടപടി. ഇതിനായി സംസ്ഥാന പോലീസും കേന്ദ്ര ഏജൻസികളും തമ്മിൽ കൂടുതൽ ഏകോപനം വേണമെന്നും ഡൽഹിയിൽ നടക്കുന്ന നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി യോഗത്തിൽ അമിത്ഷാ നിർദ്ദേശിച്ചു. കേന്ദ്ര ഏജൻസികളിലെയും പോലീസ് സേനയിൽ നിന്നുമായി 850-ലധികം ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ ലഹരി മാഫിയയ്ക്കെതിരെ 1 വർഷം നീളുന്ന രാജ്യവ്യാപക നടപടികൾക്ക് സെപ്റ്റംബറിൽ തുടക്കമാകും. ഒളിവിൽ കഴിയുന്ന ലഹരിക്കടത്ത് പ്രതികളെ പിടികൂടി നിയമ നടപടി സ്വീകരിക്കും. ഇത്തരം കേസുകളിൽ ഉൾപ്പെടുന്ന വിദേശ പൗരന്മാരെ നാടുകടത്തും. തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങളും അതിർത്തികളും കേന്ദ്രീകരിച്ച് സംയുക്ത പരിശോധന നടത്തും. നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ തയ്യാറാക്കിയ കർമ്മ പദ്ധതി അനുസരിച്ചാകും നടപടികൾ. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സൈബർ ഭീകരാക്രമണ കേസിൽ രാജ്യത്തെ 5 സംസ്ഥാനങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസി റെയ്ഡ് നടത്തി. മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന, ബീഹാർ, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് പരിശോധന നടന്നത്. റെയ്ഡിൽ നിർണായക രേഖകളും ഡിജിറ്റൽ ഉപകരണങ്ങളും കണ്ടെടുത്തു. ഓപ്പറേഷൻ സിന്ദൂർ സമയത്തടക്കം നടന്ന സൈബർ ആക്രമണങ്ങളിലെ കേസിലാണ് റെയ്ഡ്. ആ സമയത്ത് 54 കേന്ദ്ര സർക്കാർ വെബ്സൈറ്റുകളെ ആക്രമിക്കാനായിരുന്നു പദ്ധതിയിട്ടിരുന്നത്. കേസിൽ മുമ്പ് 2 പേർ അറസ്റ്റിലായിരുന്നു. ഇതിന് പിന്നാലെ ഹാക്കിങ്ങിന് സഹായിച്ചവരെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. അഞ്ചു വർഷത്തെ ഭരണ കാലയളവിൽ ആകെയുള്ളത് 1826 ദിവസങ്ങൾ. അതിൽ 100 ദിവസങ്ങൾ UDF സർക്കാർ ഇന്ന് പൂർത്തിയാക്കി. ഇന്ദിരാ ഗ്യാരണ്ടിക്കൊപ്പം സമഗ്ര വികസനം ലക്ഷ്യമിട്ട VD സതീശൻ സർക്കാരിന് 100 ദിനം കൊണ്ട് ചില വിഷയങ്ങളിൽ നേട്ടവും മറ്റ് ചിലതിൽ കോട്ടവുമുണ്ടായി. സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യയാത്രയും ഓപ്പറേഷൻ തൂഫാൻ എന്ന മയക്കുമരുന്നിനെതിരെയുള്ള നീക്കവും സർക്കാരിന് കയ്യടി നേടിക്കൊടുത്തപ്പോൾ ചില നിയമനങ്ങളും PM ശ്രീ വിവാദവും തിരിച്ചടിയാവുകയും ചെയ്തു. ഞാൻ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ ഭക്ഷ്യസുരക്ഷയ്ക്കും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ക്ഷേമത്തിനും മുൻതൂക്കം നൽകിയുള്ള VD സതീശൻ സർക്കാരിൻ്റെ ഭരണത്തിന് ഇന്ന് 100ാം ദിനമാണ്. ഓണക്കാലത്ത് വിലക്കയറ്റം പിടിച്ചു നിർത്താനും ക്ഷേമ പെൻഷനുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും തിരുവോണത്തിൻ്റെ തലേന്നാൾ 100ാം ദിനം ആഘോഷിക്കുന്ന UDF സർക്കാരിന് കഴിഞ്ഞു. 5 ഗ്യാരണ്ടികളുമായി അധികാരത്തിലേക്ക് എത്തിയ UDF സർക്കാരിന് സ്ത്രീകൾക്കുള്ള KSRTCയിലെ സൗജന്യ യാത്രയും വയോജന വകുപ്പും യാഥാർത്ഥ്യമാക്കാനായി. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയാണ് പ്രധാന പരിപാടികളിലൊന്ന്. കായിക മേഖലയുടെ സമഗ്ര മാറ്റത്തിന് ഓപ്പറേഷൻ കളരിയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് ഊന്നൽ നൽകുന്ന സ്മാർട്ട് പദ്ധതിയും സർക്കാരിൻ്റെ നേട്ടമാണ്.
അതേസമയം സർക്കാർ പ്രഖ്യാപിച്ച 100 ദിന കർമ്മ പദ്ധതി 50 ദിവസം പിന്നിടുമ്പോൾ നാമമാത്രമായ പദ്ധതികൾ മാത്രമാണ് നടപ്പാക്കാനായത്. 50 വകുപ്പുകളിലായി 602 പദ്ധതികളാണ് 100 ദിനം കൊണ്ട് നടപ്പാക്കാൻ സർക്കാർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഹെലികോപ്റ്റർ, വീര്യം കുറഞ്ഞ മദ്യം, പ്രിയദർശിനി യാത്ര എന്നിങ്ങനെ വിവിധ വിഷയങ്ങളിൽ വിവാദങ്ങളും 100 ദിനം കൊണ്ട് സർക്കാരിന് കേൾക്കേണ്ടി വന്നു. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ എതിർത്ത പദ്ധതികളാണ് UDF സർക്കാർ നടപ്പാക്കുന്നതെന്നാണ് ഇടതുപക്ഷത്തിന്റെ വാദം. അതേസമയം 100 ദിനത്തെ വിലയിരുത്തലുകൾക്ക് ശേഷം കൂടുതൽ കരുതലോടെ മുന്നോട്ടു പോകാനാണ് UDF ശ്രമിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സർക്കാരിന്റെ 100ാം ദിനത്തിൽ മുഖ്യമന്ത്രി VD സതീശന്റെ ലേഖനം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിമർശനത്തിന് അതീതരല്ല. വിമർശനങ്ങളെ സഹിഷ്ണുതയോടുകൂടി സമീപിക്കുമെന്നും തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താൻ മടിയില്ലെന്നും ലേഖനത്തിൽ പറയുന്നു. 3 മാസമായപ്പോഴേക്കും സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ചില മാധ്യമങ്ങളുടെ സഹായത്തോടെ ഒരു സംഘം പ്രവർത്തിച്ചു. നിക്ഷിപ്ത താൽപര്യത്തോടെ സർക്കാരിനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചാൽ അർഹിക്കുന്ന അവജ്ഞതയോടുകൂടി തള്ളിക്കളയുമെന്നും VD സതീശൻ ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. സർക്കാരിൻ്റെ 100ാം ദിവസത്തെ വിലയിരുത്തുന്നതിൻ്റെ ഭാഗമായി ഞങ്ങളുടെ തിരുവനന്തപുരം റീജിയണൽ ഹെഡ് അൺഫിലിഡ് ഡിസൂസ കൂടി ചേരുന്നു. അൺഫിലിഡ്, ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം 100 ദിവസം എന്ന് പറയുന്നത് ആ സർക്കാരിനെ പൂർണ്ണമായി വിലയിരുത്താനോ അല്ലെങ്കിൽ ആ സർക്കാരിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ ഏതെങ്കിലും തരത്തിൽ വിലയിരുത്തി ഒരു മാർക്കിടാനുള്ള ഒരു സമയപരിധിയല്ല. പക്ഷേ ഭാവിയിലേക്കുള്ള അടുത്ത ഒരു 5 വർഷം പൂർത്തിയാക്കുന്ന കാലയളവിലേക്കുള്ള സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു കൈചൂണ്ടിയായി ഈ 100 ദിവസത്തെ പ്രവർത്തനങ്ങൾ നിൽക്കുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. 100 ദിനം പൂർത്തിയാക്കുമ്പോൾ ഒരു വശത്ത് നേട്ടങ്ങളുടെ പട്ടിക സർക്കാർ നിരത്തുന്നു, മറുവശത്ത് പ്രതിപക്ഷം വളരെ ശക്തമായി തന്നെ സർക്കാരിനെ കടന്നാക്രമിക്കുകയും ചെയ്യുന്നു. എങ്ങനെ കാണാം നമുക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഈ 100 ദിവസത്തെ പ്രവർത്തനങ്ങളെ? തീർച്ചയായും ഈ 100 ദിനം എന്ന് പറയുന്നത് ഒരു സർക്കാരിനെ സംബന്ധിച്ച് ഒരിക്കലും നമുക്ക് വിലയിരുത്താനോ മാർക്കിടാനോ പറ്റിയ ഒരു കാലയളവല്ല. പക്ഷേ എങ്കിൽ പോലും സർക്കാരിനെ സംബന്ധിച്ച് ഈ 100 ദിവസത്തെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ഈ സ്ത്രീകൾക്ക് ഇവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഏറ്റവും വലിയ ആകർഷണമായത് ആദ്യ മന്ത്രിസഭയിൽ തന്നെ തീരുമാനിക്കുകയും നടപ്പാക്കുകയും ഇവർക്ക് കഴിഞ്ഞു. സ്ത്രീകൾക്ക് സൗജന്യമായി KSRTCയിൽ ഒരു യാത്രാ സൗജന്യം നടപ്പാക്കിയെന്ന് പറയുന്നത് അത് പലപ്പോഴും പല രീതിയിൽ തന്നെ ഇത് എത്ര കാലം ഇനി മുന്നോട്ട് കൊണ്ടുപോകുമെന്നൊരു ചോദ്യം അവിടെ നിൽക്കുമ്പോഴും അത് നടപ്പാക്കി എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചത് UDF സർക്കാരിന് കയ്യടി കിട്ടുന്ന ഒരു വിഷയം തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് ഓപ്പറേഷൻ തൂഫാനാണ്. ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു നാടിനെ തന്നെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു വിഷയം. നമുക്കറിയാം, എല്ലാ കാലത്തും എല്ലാ ഭരണകൂടവും ലഹരിക്കെതിരെ പോരാട്ടം നടത്തിയിട്ടുണ്ടെങ്കിലും ഇത്തവണ ഈ ഓപ്പറേഷൻ തൂഫാൻ എന്നൊരു നെയിം അങ്ങനെ ഒരു ബ്രാൻഡ് നെയിമിലൂടെ തന്നെ ആഭ്യന്തര വകുപ്പ് രംഗത്ത് വരികയും ഒരു ശക്തമായ ഇടപെടൽ നടത്തുകയും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ജനങ്ങളുടെ ഒരു സ്വീകാര്യത ഈ ഓപ്പറേഷൻ തൂഫാനിലൂടെ അതൊക്കെ നേടിക്കഴിഞ്ഞു. അത് ഈ ആഭ്യന്തര വകുപ്പിനും അതോടൊപ്പം തന്നെ സർക്കാരിനൊക്കെ തന്നെ അഭിനന്ദിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ രീതിയിലൊക്കെ തന്നെ ഈ 100 ദിവസം കൊണ്ട് അതോടൊപ്പം തന്നെ ഈ സമുദ്ര മിഷൻ സമുദ്ര എന്ന് പറയുന്നത് VD സതീശൻ സർക്കാരിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. അതായത് ഈ ബജറ്റ് പ്രഖ്യാപിക്കുകയാണ് 100 ദിവസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ഒരു പ്രഖ്യാപനം വിഴിഞ്ഞത്ത് വെച്ച് നടത്താൻ കഴിഞ്ഞു. അപ്പോൾ ഇത് പ്രഖ്യാപനം മാത്രമല്ല, ഈ 3 മാസം കഴിയുമ്പോൾ സർക്കാർ അതിലേക്കുള്ള ചുവടുവയ്പുണ്ട് എന്നൊരു പ്രതീതി അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്ദേശം ജനങ്ങൾക്ക് നൽകാനാക്കി VD സതീശൻ സർക്കാരിന് കഴിഞ്ഞു. അതിപ്പോൾ നേരത്തെ നമ്മൾ ഈ റിപ്പോർട്ട് സൂചിപ്പിച്ച പോലെ സർക്കാരിൻ്റെ ആദ്യ ഓണമാണ്. ആ ഓണക്കാലത്ത് ജനങ്ങളെയൊക്കെ ചേർത്ത് നിർത്താൻ, സാധാരണക്കാരെ ചേർത്ത് നിർത്താൻ കഴിഞ്ഞു എന്നൊരു സന്ദേശം കൂടി നൽകി. അതാണ് ഈ സാമൂഹ്യക്ഷേമ പെൻഷനൊക്കെ വളരെ കൃത്യമായി നൽകുകയും അലവൻസുകളൊക്കെ ചിലയിടങ്ങളിലൊക്കെ തന്നെ ചെറിയ തുകയെങ്കിലും കൂട്ടുകയും അത് കൃത്യമായി നൽകാനും ഈ സാമ്പത്തിക പരാധീനങ്ങൾക്കിടയിലും സർക്കാരിന് കഴിഞ്ഞു. അത് സ്വാഭാവികമായി ആദ്യ ഓണമൊക്കെ ആകുമ്പോൾ അതിനകത്ത് തന്നെ യാതൊരു വിമർശനവും ഇല്ലാതെ വളരെ കഷ്ടപ്പെട്ട് ഏത് സർക്കാരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ എങ്കിലും അത് ജനങ്ങളുടെ സർക്കാരാണ് എന്ന് 3 മാസം കൊണ്ടൊക്കെ തെളിയിക്കാനായി സർക്കാർ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലൂടെയൊക്കെ കഴിഞ്ഞു എന്ന് പറയുന്നത് VD സതീശൻ സർക്കാരിൻ്റെ ഭരണ നേട്ടം തന്നെയാണ്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ ഒത്തിരി നേട്ടങ്ങളൊക്കെ ഈ 3 മാസത്തിലെടുത്തു. അതിലൊന്നാണ് ഈ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തു. ആ കേസ് അട്ടിമറിച്ച MR ജിക്കുമാറിന്റെ സസ്പെൻഷൻ, അതോടൊപ്പം തന്നെ മുൻ മന്ത്രിയായിരുന്ന വീണ ജോർജിനെതിരായ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ കേസ്, ആ കേസ് റീഓപ്പൺ ചെയ്തു. ഇതൊക്കെ രാഷ്ട്രീയമായി, കാരണം ഇതിന് ഇരയായിരുന്ന യൂത്ത് കോൺഗ്രസ് KSC പ്രവർത്തകരാണ്. അപ്പോൾ സ്വന്തം അണികളെ ചേർത്ത് നിർത്തുന്ന സർക്കാർ എന്നൊരു വികാരമൊക്കെ ഉണ്ടാക്കാൻ ഈ കേസുകൾ റീഓപ്പൺ ചെയ്യാനൊക്കെ സാധിച്ചു എന്നത് സർക്കാരിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായി നേട്ടം തന്നെയാണ്. ഒപ്പം പല അഴിമതി കേസുകളും ആരോപണങ്ങളൊക്കെ പ്രത്യേകിച്ച് ഈ PSCയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടിരുന്നതൊക്കെ തന്നെയും സർക്കാർ അത് എടുത്തു എന്ന് പറയുന്നത് രാഷ്ട്രീയമായ നേട്ടം തന്നെയാണ്. അപ്പോഴും ഈ വിമർശനങ്ങൾ വലിയ രീതിയിൽ ഏറ്റവും ഒരു പ്രധാന വിമർശനം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിരുന്ന ഇവർ അധികാരം കിട്ടിയപ്പോൾ പല നിലപാടുകളിലും മലക്കം മറിഞ്ഞു എന്നൊരു ആരോപണം വളരെ കടുത്ത രീതിയിൽ, പ്രത്യേകിച്ച് PMC മദ്യത്തിൻ്റെ നികുതിയുമായി ബന്ധപ്പെട്ടൊക്കെ ഇത് തന്നെയാണ് സർക്കാർ ഈ മുഖ്യമന്ത്രി VD സതീശൻ തൻ്റെ ലേഖനത്തിലൂടെ അദ്ദേഹം പറയുന്നതും വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നു, വിമർശനങ്ങൾക്ക് അതീതരല്ല എന്ന് പറയുന്നത് അത് സർക്കാർ
സർക്കാർ ഉൾക്കൊള്ളാൻ തയ്യാറാണ് എന്ന് തന്നെയാണ്. പക്ഷേ അപ്പോഴും അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയമായി ഉണ്ടാകുന്ന ഈ ആക്രമണങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളുന്നു എന്ന് പറയുമ്പോൾ സർക്കാർ തയ്യാറെടുക്കുന്നു എന്നൊരു സന്ദേശം കൂടി നൽകുകയാണ്. എന്തായാലും ഈ 100 ദിവസം പൂർത്തിയാകുമ്പോൾ ഭരണ നേട്ടവും അതോടൊപ്പം തന്നെ ഭരണപരമായ രാഷ്ട്രീയപരമായ വീഴ്ചകളും സർക്കാർ പുനരാലോചിക്കേണ്ടതാണ്. കൃത്യമായ സ്വയം വിശകലനം നടത്തേണ്ട ഒരു സമയവും കൂടി തന്നെയാണ് ഈ കടന്നു പോകുന്ന 100 ദിനങ്ങൾ. ശരി, തീർച്ചയായും അൻഫിലിറ്റ്, എന്തായാലും ഈ 100 ദിവസം ഒരു സർക്കാരിനെ വിലയിരുത്താനുള്ള ഒരു സമയമല്ല. പക്ഷേ സർക്കാരിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളതിൻ്റെ ഒരു സൂചന സ്വാഭാവികമായും എല്ലാവർക്കും ലഭിക്കുകയും ചെയ്യും. അതിൽ വി.ഡി. സതീശൻ സർക്കാർ അവകാശപ്പെടുന്നത് തങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കി കൊണ്ടുവരികയാണ്. മറുവശത്ത് പ്രതിപക്ഷമാണെങ്കിൽ വളരെ ശക്തമായ വിമർശനം സർക്കാരിനെതിരെ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഒരു ചോദ്യം, പ്രതിപക്ഷ നിരയിൽ കാര്യങ്ങളെല്ലാം ശരിയാണോ എന്നുള്ളതാണ്. അങ്ങനെയല്ല എന്നത് വ്യക്തമാക്കുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലി CPI തർക്കം കനക്കുകയാണ്. മുന്നണിയിലെ പാർട്ടികളോട് എങ്ങനെ പെരുമാറണമെന്ന് പിണറായി വിജയൻ പഠിക്കണമെന്ന് CPI മുഖപത്രത്തിൽ ലേഖനം. എല്ലാം ഞാനാണെന്ന ഭാവം ശരിയല്ലെന്നാണ് വിമർശനം. CPI നിലപാടിനെ വിമർശിച്ച് വി. ശിവൻകുട്ടി രംഗത്ത് വരികയും ചെയ്തു. മുന്നണിയെ ശക്തിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത പാർട്ടിയാണ് CPI എന്ന് ശിവൻകുട്ടി തുറന്നടിക്കുന്നു. നേതാക്കൾ പരസ്യ വിമർശനവുമായി രംഗത്ത് വന്നതോടെ മുന്നണി ബന്ധവും പ്രതിസന്ധിയിലാവുകയാണ്. ആർക്കും ആശങ്ക വേണ്ട. പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ ആൾ വരുന്നുണ്ടെങ്കിൽ അത് CPM നേതാവ് തന്നെയായിരിക്കും. പ്രതിപക്ഷ ഉപനേതാവ് പദവി സംബന്ധിച്ച വിഷയത്തിൽ പിണറായി വിജയന്റെ ഈ പ്രസ്താവനയെ നിശിതമായി വിമർശിക്കുകയാണ് CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മുഖേരിയുടെ ലേഖനത്തിൽ. പിണറായി വിജയന്റെ പ്രസ്താവന മുന്നണി മര്യാദകളുടെ ലംഘനമാണെന്ന് ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നു. ഇടതുപക്ഷത്തിന് യോജിച്ചതല്ല ഈ നിലപാടെന്നും LDFനെ ഇത് ദുർബലപ്പെടുത്തുമെന്നും ലേഖനത്തിൽ വിമർശനമുണ്ട്. ആവശ്യപ്പെട്ടത് അർഹതപ്പെട്ട കാര്യം മാത്രമാണെന്നും വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യമില്ലെന്നും K. രാജനും CPIയുടെ നിലപാട് ആവർത്തിച്ചു. ഈ ഘട്ടത്തിലാണ് ലേഖനത്തിനെതിരെ CPM നേതാവ് വി. ശിവൻകുട്ടി രംഗത്ത് വന്നത്. മുന്നണിയുടെ കെട്ടുറപ്പിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യുന്ന പാർട്ടിയാണ് CPM എന്നും എന്നാൽ CPI അങ്ങനെയല്ലെന്നും പിണറായിയുടെ പ്രസ്താവന ജനാധിപത്യ നിലപാടാണെന്നും ശിവൻകുട്ടി പ്രതിരോധം തീർത്തു. PM ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടെ CPI എടുത്ത നിലപാടിൽ അപ്രിയം വ്യക്തമാക്കിയ ശിവൻകുട്ടി മുന്നണിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യം പത്രത്തിലൂടെ ചർച്ച ചെയ്യുന്നതിനെയും വിമർശിച്ചു. വിഷയത്തിൽ പരസ്യ പ്രസ്താവന വേണ്ട എന്ന ഉഭയകക്ഷി ധാരണയും ഇതോടെ തകരുകയാണ്. ഇരുവിഭാഗവും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ മുന്നണി ബന്ധത്തിലും പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ്. തർക്കം ഏതുവിധം പരിഹരിക്കപ്പെടുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവോണത്തെ വരവേൽക്കാൻ ആവേശത്തോടെ ഒരുങ്ങി ലോകമെങ്ങുമുള്ള മലയാളികൾ. ഉത്രാട ദിനമായ ഇന്ന് അവസാനവട്ട ഒരുക്കങ്ങൾക്കായുള്ള ഓട്ടത്തിലായിരുന്നു. ഓണവിപണി സജീവമായതോടെ നഗരങ്ങളും ഗ്രാമങ്ങളും ഒരുപോലെ ജനനിബിഡമായി. ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി വിവിധയിടങ്ങളിലെ ഓണം വാരാഘോഷ പരിപാടികളും പുരോഗമിക്കുകയാണ്. അതേസമയം ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഓണാശംസകൾ നേർന്നു. ഈ ഓണക്കാലത്ത് തിരുവനന്തപുരം നഗരവും വലിയ ആഘോഷത്തിലാണ്. സർക്കാരിൻ്റെ ഓണം വാരാഘോഷ പരിപാടികൾ അങ്ങനെ പുരോഗമിക്കുകയാണ്. ഏകദേശം 2000 കലാകാരന്മാരാണ് 34 വേദികളിലായി അണിനിരക്കുക. ആ പരിപാടി കാണുന്നതിനും പങ്കെടുക്കുന്നതിനും ആസ്വദിക്കുന്നതിനും കുടുംബത്തോടൊപ്പം കൂട്ടുകാരോടൊപ്പവും നിരവധി ആളുകളാണ് ഓരോ നിമിഷവും ഈ തിരുവനന്തപുരം നഗരത്തിലെ വിവിധ വേദികളിലായി എത്തുന്നത്. ഓണവിപണി സജീവമായതോടെ ഇന്ന് ഉത്രാട ദിനത്തിൽ തലസ്ഥാനത്തും വൻ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷ വേദികളിലും കുടുംബവും കൂട്ടുകാരുമൊത്ത് ഓണം ഗംഭീരമാക്കാൻ ജനസാഗരമാണ് ഒഴുകിയെത്തിയത്. സംസ്ഥാനത്തൊട്ടാകെ 8000-ലധികം കലാകാരന്മാർ ഓണം വാരാഘോഷത്തിന്റെ ഭാഗമാകും. നിരവധി പരിപാടികളാണ്. നോക്കൂ, ഉത്രാട തലേന്നായിട്ടും ഈ തിരക്ക് കണ്ടോ നിങ്ങൾ? അപ്പോൾ ഇന്ന് ഉത്രാട പാച്ചിലാണ് എന്നിട്ട് പോലും. അതുകൊണ്ട് അതുകൂടാതെ നാളെ തിരുവോണമൊക്കെ ആകുമ്പോൾ ഓണം ഉണ്ട് കഴിയുമ്പോൾ ഇവിടെ പൂഴി നുള്ളിയിടാനുള്ള സ്ഥലം ഉണ്ടാവില്ല. കൊല്ലത്തും ഗ്രാമനഗര വ്യത്യാസമില്ലാതെ തിരുവോണമൊരുക്കാൻ ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിലായിരുന്നു മലയാളികൾ. നഗരത്തിൽ ചിന്നക്കടയിലും ചാമക്കടയിലും വൈകുന്നേരമായതോടെ വലിയ തിരക്കായിരുന്നു. പത്തനംതിട്ട ജില്ലയിലെ പ്രധാന ശ്രദ്ധാകേന്ദ്രമായ ആറന്മുള ക്ഷേത്രത്തിൽ ഉത്രാട ദിവസവും വള്ളസദ്യയിൽ പങ്കെടുക്കാനും മറ്റുമായി നിരവധി ആളുകൾ എത്തിച്ചേർന്നു. മധ്യകേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓണാഘോഷങ്ങൾ നടക്കുന്നത് തൃക്കാക്കര ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിലാണ്. ഇന്ന് അവിടെ തിരുമുൽ കാഴ്ച സമർപ്പണമുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഉത്രാട സദ്യയും നടന്നു. ഗുരുവായൂരിൽ കാഴ്ചക്കുല സമർപ്പണമായിരുന്നു ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത.
മാത്രമല്ല ഉത്രാടപ്പാച്ചിലിനോടനുബന്ധിച്ച് എറണാകുളം കൊച്ചി ബ്രോഡ്വേയിൽ മറ്റിടത്തും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. കൊച്ചി തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലെ ഉത്രാടദിന ചടങ്ങുകളിലും സദ്യയിലും പങ്കെടുക്കാൻ ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിയത്. തൃക്കാക്കരയപ്പന് തിരുമുൽക്കാഴ്ച സമർപ്പിച്ചതോടെയാണ് ഓണാഘോഷങ്ങൾക്ക് തുടക്കമായത്. ആലപ്പുഴ നഗരത്തിലും വലിയ ഉത്രാടത്തിരക്ക് അനുഭവപ്പെട്ടു. ജില്ലാ കോടതി പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നത് മുൻ വർഷങ്ങളെക്കാൾ ഇത്തവണ തിരക്ക് വർദ്ധിപ്പിച്ചു. വടക്കൻ കേരളത്തിലും ഓണത്തിന്റെ അവസാനഘട്ട ഒരുക്കത്തിലാണ് മലയാളികൾ. ശക്തമായ മഴ ഓണത്തെ ചെറിയ രീതിയിൽ ബാധിച്ചുവെങ്കിലും മഴ കുറഞ്ഞതോടെ ഓണവിപണി വീണ്ടും സജീവമായി. ആഘോഷങ്ങൾ ഏതു തന്നെയായാലും കോഴിക്കോട്ടുകാർക്ക് അതൊരു ഉത്സവം തന്നെയാണ്. വസ്ത്രങ്ങൾ വാങ്ങുവാനായി മിഠായി തെരുവിനെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നതെങ്കിൽ പഴങ്ങളും പച്ചക്കറികളും പൂക്കളും വാങ്ങുവാനായി ആളുകൾ പാളയം മാർക്കറ്റിലേക്കാണ് പ്രധാനമായും എത്തുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ആതിരയ്ക്കും കൊച്ചിയിൽ നിന്ന് അശ്വതിക്കുമൊപ്പം അനഘ റീച്ച ഭരതൻ, അമൃത ന്യൂസ്, കോഴിക്കോട്. KSEBയുടെ നഷ്ടം തീർക്കാൻ ഒരു പുതിയ നീക്കം നടത്തുന്ന വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. 2024 വരെ ഉണ്ടായ നഷ്ടം ഉപഭോക്താക്കളിൽ നിന്ന് 2027 മുതൽ തിരിച്ചുപിടിക്കാനാണ് നിർദ്ദേശം. പകൽ കുറഞ്ഞ നിരക്കും രാത്രിയിൽ ഉയർന്ന നിരക്കും ഈടാക്കാനാണ് ശുപാർശ. അടുത്ത 5 വർഷത്തെ നിരക്ക് പരിഷ്കരണത്തിനുള്ള കരടാണ് പുറത്തു വന്നിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി എബി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. എബി, KSEBയുടെ കെടുകാര്യസ്ഥതയ്ക്ക്, അതായത് ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള കെടുകാര്യസ്ഥതയ്ക്ക്, അതുമൂലം വന്ന സാമ്പത്തിക ബാധ്യതയ്ക്ക് സാധാരണ ജനങ്ങൾ സമാധാനം പറയേണ്ട, അല്ലെങ്കിൽ അവരുടെ പോക്കറ്റിൽ നിന്ന് പണം കവർന്നെടുക്കുന്നൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. 2027 മുതൽ പ്രാബല്യത്തിലാക്കാനുള്ള കരട് നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ എങ്ങനെയാണ് ജനങ്ങളെ സാരമായി ബാധിക്കുക? ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള അധിക ഭാരം ഏൽപ്പിക്കുന്ന തരത്തിലേക്കുള്ള നടപടികളാണ് ഈ ഒരു തീരുമാനത്തിലൂടെ, അത് പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി ഉണ്ടാവുക എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു നിർദ്ദേശങ്ങൾ, ഇതിൽ പറഞ്ഞിരിക്കുന്ന നിരവധിയായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. അതിൽ ഏതാണ്ട് യൂണിറ്റിന് 1 രൂപ വരെ അധികമായിട്ടുള്ള നിരക്ക് ഏർപ്പെടുത്തേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഈ നിർദ്ദേശങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഒപ്പം തന്നെ അതിൽ പറയുന്നത് 2027 മുതൽ 31 വരെയുള്ള 5 വർഷക്കാലം കൊണ്ട് ഈ KSEBക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടം അത് തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് റെഗുലേറ്ററി കമ്മീഷൻ എത്തുന്നത് എന്നുള്ളതാണ്. അപ്പലേറ്റ് കമ്മിറ്റിയും ഇതുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശം, അതിനൊരു പച്ചക്കൊടി കാണിക്കുന്ന സ്ഥിതി കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്, പകൽ സമയത്ത് കൂടുതൽ ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് കുറഞ്ഞ നിരക്കും, രാത്രി അതായത് പീക്ക് ടൈമിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് കൂടിയ നിരക്കും ഏർപ്പെടുത്തുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു കാര്യങ്ങൾ എന്നുള്ളതാണ്. അത് പ്രകാരം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ഒരു രാത്രിയിൽ പീക്ക് സമയത്ത് ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് ആ സമയത്ത് വൈദ്യുതി ആവശ്യകതയിൽ കുറവുണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഒരു ലക്ഷ്യമായി മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുന്ന ഒരുപാട് നടപടികൾ നമുക്ക് നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ പുനഃക്രമീകരണങ്ങൾ വരുന്നു എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഒപ്പം ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള കരാറുകൾ, അത് ഇടക്കാല കരാറായിക്കോട്ടെ ദീർഘകാല കരാറായിക്കോട്ടെ, ആ കരാറുകൾ ഏർപ്പെടുന്ന പശ്ചാത്തലത്തിൽ അതിൽ നേരത്തെ തന്നെ മുൻകൂറായിട്ടുള്ള അനുമതി അതിന് വേണം എന്നുള്ള ഒരു തീരുമാനം, അല്ലെങ്കിൽ ആ ഒരു നിർദ്ദേശം ഇതിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഫിക്സഡ് ചാർജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ ഉള്ള സാഹചര്യമാണ്. അതുൾപ്പെടെ വലിയ രീതിയിലേക്ക് മാറുന്ന, അല്ലെങ്കിൽ അതിലുൾപ്പെടെ വർധനവുണ്ടാകുന്ന ഒരു സ്ഥിതി തന്നെയാണ് ഈ നിർദ്ദേശങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. താപ ജല വൈദ്യുതി നിലയങ്ങളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രീതി, അതിൽ ഉപയോഗിക്കുന്ന വെള്ളം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, നടപടികളൊക്കെ തന്നെ ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശവും ഇതോടൊപ്പം തന്നെ ചേർത്ത് വെക്കുന്നുണ്ട്. എന്തായാലും ഇതിൽ ജനങ്ങൾക്കും അഭിപ്രായം പറയാനുള്ള അവസരമുണ്ട് എന്നുള്ളതാണ്. സെപ്റ്റംബർ 18 വരെ അതിനുള്ള അവസരമുണ്ട്. അതെല്ലാം കൂടി പരിഗണിച്ച ശേഷമായിരിക്കും അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. അപ്പോഴായിരിക്കും ഈ 5 വർഷം നടത്താനിരിക്കുന്ന ഈ ക്രമീകരണങ്ങൾ, അതായത് ഈ വൈദ്യുതി നിരക്കിൽ ഉൾപ്പെടെ ഉണ്ടാകുന്ന വർധനവ് എപ്രകാരമായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരം ലഭ്യമാകുക. ഇതിപ്പോൾ ഉണ്ടായിരിക്കുന്നത് കരട് നിർദ്ദേശം മാത്രമാണ്. കെ എബി ജോൺ തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജനങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഈ കരട് നിർദ്ദേശങ്ങളിൽ അഭിപ്രായം പറയാനുള്ള അവസരമുണ്ട്. സെപ്റ്റംബർ 18 വരെ അതിനുള്ള അവസരമുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ഇത്തരം അവസരങ്ങൾ പ്രയോജനപ്പെടുത്താറില്ല. പക്ഷേ നമ്മളെ സാരമായി ബാധിക്കുന്ന ചില തീരുമാനങ്ങൾ വരുമ്പോൾ കൃത്യമായി നമ്മൾ ആ അവസരം പ്രയോജനപ്പെടുത്തുക തന്നെ വേണം. സെപ്റ്റംബർ 18 അവസാന തീയതി, മറക്കണ്ട. ഇത്തവണ ഓണം മഴയിൽ കുതിരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത് ശരിവെക്കുന്ന രീതിയിലുള്ള
വാർത്തകളാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരും. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നാളെ യെല്ലോ അലേർട്ടാണ്. രാകേഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലെ വിശദാംശങ്ങളുമായി. രാകേഷ്, മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമാണ് മഴ കൂടുതൽ ശക്തം. തെക്കൻ കേരളത്തിലും മഴയുണ്ടെങ്കിലും അത്ര തന്നെ ശക്തമല്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ രാകേഷിന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? കെ സംസ്ഥാനത്ത് കനത്ത മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന സൂചനകൾ. ഇതിൽ 6 ജില്ലകൾക്കകത്താണ് ഓറഞ്ച് അലേർട്ട് പറഞ്ഞിട്ടുള്ളത്. എറണാകുളം, ഇടുക്കി, കണ്ണൂർ, ഒപ്പം തന്നെ കാസർഗോഡ്, വയനാട്, കോഴിക്കോട് ഈ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ മറ്റ് 8 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ തന്നെ കണ്ണൂർ, കാസർഗോഡ് ഭാഗത്താണ് ശക്തമായ മഴ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ, കർണാടക അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ അതിശക്തമായ മഴയാണ് പെയ്തിരിക്കുന്നത്. സജി ജോസഫ് എന്ന് പറയുന്ന ഒരു മധ്യവയസ്കനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായിട്ടുണ്ട്. ഒപ്പം തന്നെ എളയാവൂരിൽ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളിൽ ജില്ലാ കലക്ടർ നിരീക്ഷണം നടത്താൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമെന്നത് കിഴക്കൻ മലയോര മേഖലകളിലും കോഴിക്കോട് ഉൾപ്പെടെ അതിശക്തമായ മഴ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓണാഘോഷത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള മലയോര മേഖലകളിലേക്കുള്ള ട്രക്കിംഗ് യാത്രകളെല്ലാം തന്നെ ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമായ സൂചനകൾ നൽകിയിട്ടുണ്ട്. കണ്ണൂരിലും സ്ഥിതിഗതികൾ ഇതേപോലെ തന്നെ ജില്ലാ ഭരണകൂടം വിലയിരുത്തി വരികയാണ്. മത്സ്യബന്ധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നതുൾപ്പെടെയുള്ള സാധാരണ ഇത്തരത്തിൽ കാലാവസ്ഥ ദുഷ്കരമാകുമ്പോഴുള്ള എല്ലാ സൂചനകളും ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. ഏതായാലും ഓണത്തിന് വലിയ തരത്തിലുള്ള ഇത്തരത്തിലുള്ള എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട്. കെ കോഴിക്കോട് ബ്യൂറോ ചീഫ് MM രാകേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. നമുക്കിനി കണ്ണൂരിലെ കാര്യമൊന്ന് പ്രത്യേകമായി നോക്കേണ്ടതുണ്ട്. കാരണം കണ്ണൂരിൽ കാര്യങ്ങൾ മറ്റ് ജില്ലകളിലെ പോലെയല്ല, കുറച്ചുകൂടി അവിടെ മഴ ശക്തമാണ്. മലയോരത്ത് ശക്തമായ മഴയിൽ വിവിധ ഇടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. കാര്യങ്കോട് പുഴയും രേരവും പുഴയും കരകവിഞ്ഞു. രാജാഗിരിക്ക് സമീപം കർണാടക വനത്തിൽ ഉരുൾപൊട്ടി. ആലക്കോട് മൂന്നാംകുന്നിൽ ഉരുൾപൊട്ടി. വ്യാപകമായി കൃഷി നശിച്ചു. ചെമ്പന്തൊടിയിൽ മധ്യവയസ്കനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. ഇളയാവൂരിലെ മണ്ണിടിച്ചിലിൽ ദേശീയപാത അതോറിറ്റി കലക്ടർക്ക് പ്രാഥമിക റിപ്പോർട്ട് നൽകി. മണ്ണിടിഞ്ഞതിന് കാരണം മണ്ണുപാളി വഴുതിമാറുന്ന പ്രതിഭാസമെന്നാണ് റിപ്പോർട്ട്. പ്രദേശത്ത് എല്ലാ ദിവസവും സുരക്ഷാ പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കലക്ടർ നിർദ്ദേശം നൽകി. ജോസഫ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നു. ജോസഫ്, വളരെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത് അറിയേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, ജില്ലാ ഭരണകൂടം ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന മാർഗനിർദ്ദേശം എന്താണ്? കെ സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂരിന്റെ നഗരപ്രദേശങ്ങളെ അപേക്ഷിച്ച് മലയോര മേഖലയിൽ അതിശക്തമായ മഴ തുടരുകയാണ്. വരും മണിക്കൂറുകളിലും സമാന രീതിയിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. മാത്രമല്ല 40 കിലോമീറ്റർ മുതൽ 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റും വീശിയടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് യാത്രക്കാർ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് കാലാവസ്ഥാ വകുപ്പും ജില്ലാ ഭരണകൂടവും നൽകുന്ന നിർദ്ദേശം. ദേശീയപാതയുടെ പണി നടക്കുന്ന ഇടങ്ങളിലൂടെ പ്രത്യേക ജാഗ്രത പാലിക്കണം. മാത്രമല്ല ഈ ഭാഗങ്ങളിലൂടെ ലൈറ്റ് സംവിധാനം ഉറപ്പുവരുത്തണമെന്നും ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ മഴയിലും ഇന്നലെ ഉണ്ടായ മഴയിലും ഇന്ന് പുലർച്ചെ മുതലുണ്ടായ മഴയിലും വ്യാപകമായ നാശനഷ്ടമാണ് ഈ മലയോര മേഖലകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വ്യാപകമായ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ പഞ്ചായത്തിലും ആലക്കോട് പഞ്ചായത്തിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആലക്കോട് പഞ്ചായത്തിലെ മൂന്നാം കടവിൽ ഇത്തരത്തിൽ മൂന്നാം കുന്നിൽ ഉരുൾപൊട്ടി വ്യാപകമായി കൃഷി നശിച്ചിട്ടുണ്ട്. ഏതായാലും ഒരാളെയും കാണാതായിട്ടുണ്ട് ഈ മഴക്കെടുതിയിൽ. ചെമ്പന്തൊട്ടിയിലാണ് ഒരാളെ കാണാതായിട്ടുള്ളത്. സജി ജോസഫ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ രാവിലെ തന്നെ പുനരാരംഭിക്കുന്നു. ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും പ്രദേശത്ത് ട്രക്കിംഗ് ഉൾപ്പെടെയുള്ള എല്ലാവിധ വിനോദസഞ്ചാര പരിപാടികൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തീരദേശത്തുള്ളവരും ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പും ജില്ലാ ഭരണകൂടവും നൽകുന്ന നിർദ്ദേശം. കെ കണ്ണൂരിൽ നിന്ന് ജോസഫ് അഗസ്റ്റിനാണ് വിശദാംശങ്ങൾ നൽകിയത്. കേരളത്തിൽ മാത്രമല്ല, അങ്ങ് ഡൽഹിയിലും ശക്തമായ മഴ തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇടിമിന്നലോടുകൂടിയ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്.
ഫിറോസ് ഷാ റോഡ്, നിസാമുദ്ദീൻ തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ഡൽഹി വിമാനത്താവളത്തിൽ 15 വിമാനങ്ങൾ സർവീസ് റദ്ദാക്കി. 90-ലധികം വിമാനങ്ങൾ വൈകി സർവീസ് നടത്തുന്നതായും അധികൃതർ അറിയിച്ചു. ഇന്നലെ 26 വിമാന സർവീസുകൾ റദ്ദാക്കിയിരുന്നു. ഗുരുഗ്രാം, ഫരീദാബാദ് മേഖലകളിലും ശക്തമായ മഴ അനുഭവപ്പെട്ടു. കേരളത്തിൽ നേരത്തെ വലിയ വിവാദമുണ്ടാക്കിയ ഒരു വിഷയം, അക്കാര്യത്തിൽ ഒരു ഹൈക്കോടതി, അലഹബാദ് ഹൈക്കോടതി ഇന്ന് കൃത്യമായ വിധി പ്രസ്താവന നടത്തിയിരിക്കുന്ന വാർത്തയാണ് ടോപ് 10-ൽ ഇനി. സ്കൂൾ യൂണിഫോമിനൊപ്പം ഹിജാബ് ധരിക്കാൻ അനുവദിക്കണമെന്ന വിദ്യാർത്ഥിനിയുടെ ഹർജിയാണ് അലഹബാദ് ഹൈക്കോടതി തള്ളിയത്. ഹിജാബ് ധരിക്കുന്നത് ഇസ്ലാമിലെ അനിവാര്യമായ മതാചാരമാണെന്ന് സ്ഥാപിക്കാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. പ്രയാഗ്രാജിലെ +1 വിദ്യാർത്ഥിനിയാണ് യൂണിഫോമിനൊപ്പം ഹിജാബ് ധരിക്കാനുള്ള അനുമതിക്കായി ഹൈക്കോടതിയെ സമീപിച്ചത്. സ്കൂൾ ഡ്രസ് കോഡ് വിവേചനമില്ലാതെയും എല്ലാവർക്കും ഒരുപോലെയും നടപ്പാക്കുന്നിടത്തോളം കാലം അത് കർശനമാക്കാമെന്ന് അലഹാബാദ് ഹൈക്കോടതി പറഞ്ഞു. അത് ലംഘിക്കാൻ ഒരു വിദ്യാർത്ഥിക്കും അനുവാദമില്ല. സ്കൂളിൽ ഹിജാബ് ധരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട വിദ്യാർത്ഥിനി നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഹിജാബ് ഒഴിവാക്കാനാകാത്ത മതാചാരമല്ലെന്നും അങ്ങനെയാണെന്ന് തെളിയിക്കുന്ന വസ്തുതകൾ ഹർജിക്കാരി ഹാജരാക്കിയിട്ടില്ല എന്നും കോടതി പറഞ്ഞു. ഹിജാബ് ധരിക്കുന്നത് ഇസ്ലാം ആചാരപ്രകാരം ഒഴിച്ചുകൂടാനാകാത്തതാണെന്നും പ്രയാഗ്രാജിലെ സ്വകാര്യ സ്കൂളിൽ 6ാം ക്ലാസ് മുതൽ താൻ ഹിജാബ് ധരിച്ചു വരുന്നുണ്ടെന്നും എന്നാൽ +1 പ്രവേശനത്തിന്റെ സമയത്താണ് ഡ്രസ് കോഡിന്റെ ലംഘനമെന്ന് പറഞ്ഞ് മാനേജ്മെന്റ് പ്രവേശനം നിഷേധിച്ചതെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ സ്കൂളിലെ വിവിധ ക്ലാസുകളിൽ നിന്നുള്ള ചിത്രങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ഹർജിക്കാരി ഒഴികെ ഇസ്ലാം മതവിഭാഗത്തിലെ മറ്റു കുട്ടികൾ ഹിജാബ് ധരിച്ചിട്ടില്ല എന്ന് കോടതി നിരീക്ഷിച്ചു. ഇസ്ലാമിൽ ഹിജാബ് ഒഴിച്ചുകൂടാനാകാത്തതാണെന്ന വാദവും ജഡ്ജിമാരായ JJ മുനീർ, ഇന്ദ്രജിത് ശുക്ല എന്നിവരടങ്ങിയ ബെഞ്ച് തള്ളി. സ്കൂളിന്റെ ഡ്രസ് കോഡ് നീതിയുക്തവും വിവേചനരഹിതവും തുല്യതയും കാത്തുസൂക്ഷിക്കുന്നതാണെങ്കിൽ അക്കാര്യത്തിൽ സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള അവകാശം സ്ഥാപനങ്ങൾക്കുണ്ടെന്നും കോടതി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. കൊളംബോ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഫോളോ ഓൺ ഒഴിവാക്കാൻ ശ്രീലങ്ക പൊരുതുകയാണ്. ഇന്ത്യയുടെ 503 റൺസ് പിന്തുടരുന്ന ലങ്ക 3ാം ദിവസത്തെ കളി നിർത്തുമ്പോൾ 8ന് 265 എന്ന നിലയിലാണ്. 238 റൺസ് പിറകിലാണ് ശ്രീലങ്ക. ഫോളോ ഓൺ ഒഴിവാക്കാൻ ഇനിയും 38 റൺസ് കൂടി വേണം. സോനാൽ ദിനുഷ, ലാഹിരു കുമാര എന്നിവരാണ് ക്രീസിൽ. ഇന്ത്യക്ക് വേണ്ടി പ്രസിദ്ധ് കൃഷ്ണ, മാനവ് സുതർ എന്നിവർ 3 വിക്കറ്റ് വീതം വീഴ്ത്തി. നേരത്തെ ഇന്ത്യ 9ന് 503 എന്ന നിലയിൽ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. ധ്രുവ് ജുറൽ, ദേവ്ദത്ത് പടിക്കൽ എന്നിവരുടെ സെഞ്ചുറികളാണ് ഇന്ത്യയെ കൂറ്റൻ സ്കോറിലേക്ക് നയിച്ചത്. പാനമ ഫുട്ബോൾ ടീം ഇന്ത്യയിലേക്ക് സെപ്റ്റംബർ 26-ന് ഇന്ത്യയുമായി സൗഹൃദ മത്സരം കളിക്കും. വേദി പിന്നീട് തീരുമാനിക്കും. ലോകകപ്പ് കളിച്ച ടീമാണ് പാനമ. ലോക റാങ്കിങ്ങിൽ 44ാം സ്ഥാനത്താണ് ടീം.